ഓഗസ്റ്റ് 18 മിഞ്ഞാന്ന് എൻ്റെ പിറന്നാളായിരുന്നു. ഞാൻ 0 ഇയേഴ്സിൽ നിന്ന് 27 ഇയേഴ്സിലേക്ക് അപ്ഗ്രേഡ് ആയ ഡേ. പ്രത്യേകിച്ച് യാതൊരു തരം ബർത്ത്ഡേ പ്ലാൻസും ഇല്ലാതെ ഒരു നോർമൽ വർക്കിംഗ് ഡേ ആയിരുന്നു. വൈകുന്നേരം ആയപ്പം എല്ലാവരുടെയും വർക്കൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി. ദിസ് ഇസ് മൈ മദേഴ്സ് ഹോം. മഴ ആയതുകൊണ്ട് സ്ലിപ്പായി വീണ എൻ്റെ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ഈ വീട്ടിലാണ് ഞാനും എൻ്റെ അനിയനൊക്കെ ചെറുപ്പത്തിൽ കളിച്ചതും വളർന്നതും ഒക്കെ. ഫസ്റ്റ് നമ്മളെ കൊണ്ടുവരുന്നത് അമ്മേൻ്റെ വീട്ടിലേക്കാണല്ലോ. മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്ന് എപ്പം നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യാണ്ട് പോകാറില്ല തിരിച്ച്. കമ്മിങ് ബാക്ക് ടു മൈ ബർത്ത്ഡേ. സ്ഥിരം ആചാരങ്ങളൊന്നും തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നന്നായി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ച് ഡിന്നർ കഴിക്കാൻ എം ഗ്രില്ലിലേക്കാണ് വന്നത്. ഇപ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സൂപ്പ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത് തായ് ക്യൂസിൻ ആയിട്ടുള്ള തോമ്യം സൂപ്പാണ്. ഒരു സവർ ടേസ്റ്റ് ആയിരുന്നു. എന്നെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എല്ലാവരും കൊണ്ടും കുടിപ്പിച്ച് അത് ഞാൻ ഫിനിഷ് ചെയ്യിപ്പിച്ചു. യൂഷ്വലി കാണാവുന്ന ഒരു പ്രത്യേക തരം കള്ള എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അത് വേറൊന്നല്ല, എൻ്റെ ഇൻലോസ് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നതായിരുന്നു. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? ജസ്റ്റ് ഫോർ ഫൺ. അവർ ഈ അറേഞ്ചൊക്കെ ചെയ്യുന്ന കണ്ടപ്പം എനിക്ക് ആ ഒരു ഡയലോഗായിരുന്നു ഓർമ്മ വന്നത്. ക്യാൻഡിലൊക്കെ ഊതി കേക്കൊക്കെ കട്ട് ചെയ്തൊരു ക്ലീഷേ ബർത്ത്ഡേ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്തു. അതേപോലെ ഞാൻ സായിക്ക് കൊടുക്കാൻ പോയപ്പം സായി പറഞ്ഞു അച്ഛനും കൊടുക്കാൻ, അച്ഛൻ പറയുന്നത് സായിക്ക് കൊടുക്കാൻ. അവസാനം ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് പിന്നെ എൻ്റെ അച്ഛനും സായിക്കും സായിൻ്റെ ഫാമിലിക്കും അതേപോലെ ചേച്ചിക്കും സായിൻ്റെ ഒരു കസിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു, അവനും കൊടുത്തു. അതേപോലെ കുറച്ച് പീസ് ഓഫ് കേക്ക് പാരകളിലും കൊടുത്തിട്ടാണ് ഞങ്ങൾ വിട പറഞ്ഞത്. ആരും ഉണ്ടായിരുന്നില്ല, 10 o'clock കഴിഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പീസ്ഫുൾ ആയിട്ടുള്ളൊരു കേക്ക് കട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.